عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബില്ലാഹ്. ഇന്നലെ ഹിന്ദു സുഹൃത്ത് വിനുവിൻ്റെ ഓട്ടോയിൽ അൽബാബ് സ്കൂളിലേക്ക് പോവുകയാണ്. പല അവസരോചിത കാര്യങ്ങളും അദ്ദേഹം യാത്രകൾ സൂചിപ്പിക്കുന്ന കൂട്ടത്തിൽ ടിപ്പു സുൽത്താനിലേക്ക് കടന്നു. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് ധനസഹായം നൽകിയ ഗ്രാൻഡ് നൽകിയ മഹോന്നതമായ ചരിത്ര സത്യമാണ് വിനു എന്നോട് പറയുന്നത്. ആളുകൾ എന്തൊക്കെയോ തെറ്റിദ്ധാരണജനകമായി പ്രചരിപ്പിക്കുന്നു എന്ന്. കൂട്ടത്തിൽ എനിക്കറിയാവുന്ന ചില ചെറിയ ഓർമ്മകളും ഞാൻ പങ്കുവച്ചു. പിന്നെ അമേരിക്കയിലെ തീപിടുത്തത്തിലേക്കാണ് പോയത്. പെട്ടെന്ന് ഹിന്ദു സുഹൃത്ത് പറഞ്ഞു, ഗസയിലെ അനേകായിരങ്ങളെ കൊന്നൊടുക്കിയില്ലേ, അതിന് ദൈവം നൽകിയ പ്രതിഫലമായിരിക്കും. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, ഇസ്ലാമിൻ്റെ മാതൃകയും ഇസ്ലാമിൻ്റെ ശൈലിയും. സാന്ദർഭികമായി പറഞ്ഞത് ലോകപ്രശസ്തനായ ഇസ്ലാം മത പണ്ഡിതൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയൊരു പ്രസ്താവനയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അമേരിക്കയിലെ തീപിടുത്തത്തിൽ ഒരിക്കലും വിശ്വാസികൾ സന്തോഷിക്കാൻ പാടില്ല, ആഹ്ലാദിക്കാൻ പാടില്ല. എല്ലാം അല്ലാഹുവിൻ്റെ നിശ്ചയം. അവിടെ ഒരുപക്ഷെ മരണം സംഭവിച്ച മുസ്ലിങ്ങളായിരിക്കില്ല. അതെ, ആര് മരിച്ചാലും ആര് വെന്തുരുകിയാലും നമുക്ക് വേദനയാണ്, അത് മനുഷ്യത്വമാണ്. അതുകൊണ്ട് ഒരുപക്ഷേ അനേകായിരങ്ങൾ അവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അത് ദൗർഭാഗ്യകരം തന്നെയാണ്, പ്രതിഷേധാർഹമാണ്, മനുഷ്യത്വരഹിതമാണ്. പക്ഷെ അതിന് പകരം വീട്ടിയതാണ് എന്നൊന്നും നമ്മൾ പറയാൻ നിൽക്കണ്ട. ഇത് ഇസ്ലാമിൻ്റെ ശൈലിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികൾക്കുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെയാണ്. ഇപ്പോൾ മരണം സംഭവിക്കട്ടെ എന്ന അർത്ഥത്തിൽ പ്രവാചക സന്നിധിയിൽ വന്ന് വേറൊരു സമുദായത്തിൽപ്പെട്ട ആളൊരു സലാം പറഞ്ഞത് നാം കേട്ടിട്ടില്ലേ? മരണം വരട്ടെ എന്നായിരുന്നു അർത്ഥം. കേട്ടപ്പോൾ പ്രവാചക പത്നിക്ക് വേദന വന്നു. പക്ഷെ പ്രവാചകൻ അവിടെ തിരുത്തി കൊടുക്കുകയല്ലേ ചെയ്തത്. അങ്ങനെ എത്ര സംഭവങ്ങൾ. ജൂതൻ്റെ ശവശരീരം കൊണ്ടുപോകുമ്പോൾ ഒരു അനുചരൻ പറഞ്ഞല്ലോ, ഇത് ജൂതനല്ലേ എന്ന്. അങ്ങനെ താഴ്ത്തി കെട്ടേണ്ടതില്ല എന്നൊരു മഹിതമായ അധ്യാപനമാണല്ലോ പ്രവാചകൻ നൽകിയത്. അപ്പം ഇത് മറ്റു സമുദായങ്ങളോടാണെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരവും ഇസ്ലാം മത വിശ്വാസികളാണെങ്കിൽ തന്നെ നല്ല സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ശൈലിയിൽ സംസാരിക്കുകയും സമീപിക്കുകയും ആരെയും ചെറുതായി കാണാതെ ആരെയും വഞ്ചിക്കാതെ ഈ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും നമുക്ക് രക്ഷയുടെ വാതായനങ്ങൾ തുറക്കപ്പെടാനത് കാരണമാകും. എൻ്റെ ഒരു സഹകാരി ചില കോടതി നടപടികളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഉപദേശിച്ചു, അതെ, എങ്ങനെയെങ്കിലുമൊക്കെ മസ്ലഹത്തിൻ്റെയൊക്കെ മാർഗങ്ങൾ ഉണ്ടായി തീർന്നു പോകാൻ നല്ലത്. ഇനി അഥവാ കോടതിയിൽ പോകേണ്ടി വന്നാൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാകണം നാം പോകേണ്ടത്. അഥവാ ആരെയും കേസിൽ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനോ അല്ല. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. ഒരാളോട് ഇഷ്ടം അത് റബ്ബിന് വേണ്ടിയാകണം. ഒരാളോട് നമുക്ക് അല്പം ഗൗരവം കാണിക്കേണ്ടി വന്നാൽ അത് അയാളോടുള്ള ഗൗരവമാകരുത്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള ഗൗരവമാകാം. ഇതൊക്കെ തന്നെയല്ലേ മതത്തിൻ്റെ അധ്യാപനങ്ങൾ. കാതലായ ഒരു വിഷയം അതൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ സൃഷ്ടാവിന് ഭയം വേണം. സൃഷ്ടാവിൻ്റെ ഭൂമിയിലാണ് നാം താമസിക്കുന്നത്, സൃഷ്ടാവിൻ്റെ ഭക്ഷണമാണ് നാം കഴിക്കുന്നത്, സൃഷ്ടാവിൻ്റെ അനുഗ്രഹമാണ് ആസ്വദിക്കുന്നത്. ഇനി പോകാനുള്ളതും ആ സൃഷ്ടാവിൻ്റെ സന്നിധിയിലേക്കാണ്. ഞാൻ ഒരു ചെറിയ ഒരു സംഭവം ഇവിടെ പറഞ്ഞ്, എന്നാൽ വളരെ ചിന്താർഹമായ ഒരു കാര്യം സൂചിപ്പിച്ച് നമുക്ക് ഈ ഒരു കോളത്തിൽ നിന്ന് പിന്മാറാം. ലോകത്തെ സൂഫി ചക്രവാളത്തിൽ തിളങ്ങുന്ന നക്ഷത്രമാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ കുറേ തെറ്റുകളും അതിക്രമങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു നന്നാവാനുള്ള വഴി എന്ത്? ഒന്ന് ഉപദേശം തരുമോ? ഞാൻ 6 കാര്യം പറയാം, മഹാനവകൾ പറയാം. അത് കേട്ട ശേഷം നിനക്ക് ഉചിതമായി എന്താണോ അത് തീരുമാനമെടുക്കാം. ഒന്ന്, മഹാനവൾ പറഞ്ഞ എന്താ? ഇൻ അറത്ത തഴ്സി അല്ലാഹ്,
ഫലാത്തകുൽ റിസ്ക, നീ പടച്ചവൻ പറഞ്ഞതിനൊക്കെ എതിര് പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹിൻ്റെ ഭക്ഷണം നീ കഴിക്കണ്ട. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഈ ലോകത്ത് കടലിലും കരയിലും മലയിലും മണലിലും എവിടെ ചെന്നാലും പടച്ചവൻ്റെ ഭക്ഷണം തന്നെയല്ലേ ഉള്ളത്, പിന്നെ എങ്ങനെ കഴിക്കാതിരിക്കും? അപ്പോൾ പടച്ചവൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് നീ എതിര് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? രണ്ടാമത്തെ ഉപദേശം, നിനക്ക് എതിര് ചെയ്യാൻ, അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ ഭൂമിയിൽ ഫലാ തസ്കുൻ ഫീ ബിലാദി, പടച്ചവൻ്റെ ഭൂമിയിൽ താമസിക്കണ്ട. അപ്പോഴും ഈ വ്യക്തി പറഞ്ഞു, ഇത് ആദ്യം പറഞ്ഞതിനേക്കാൾ അല്പം കടുപ്പമുള്ളതാണല്ലോ, കാരണം അള്ളാഹിൻ്റെ ഭൂമിയില്ലാത്ത വേറെ എവിടെയാ ഉള്ളത്? അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? മൂന്നാമതൊരു ഉപദേശം, ഇനി അങ്ങനെ വല്ല തെറ്റൊക്കെ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ പോയിട്ട് അള്ള കാണാത്ത ഹൈസുലാ ഇറാഖ്, നിന്നെ കാണാത്ത സ്ഥലം അല്ല, അങ്ങനെ വല്ല സ്ഥലമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത് ചെയ്യാൻ നോക്ക്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്തും ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള മറഞ്ഞിരിക്കുന്ന കാര്യം പോലും പടച്ചവൻ കാണുമല്ലോ, പിന്നെ അത് സാധ്യമാവുന്ന വിഷയമല്ല. നാലാമത് ഈ ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങൾ ആ ഖദറിനോട് പറഞ്ഞു, ഇദാ ജാഅ മലക്കുൽ മൗത്ത് ലിഖബ്ലി റൂഹിക്, നിന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് അസ്രായിൽ വരുമല്ലോ, അപ്പോൾ ഫഖുൽ ലഹു, ആ മലക്കുൽ മൗത്തിനോട് പറ, അഖിർനി ഹത്താ തുബ്, ഞാൻ കുറെ തെറ്റൊക്കെ ചെയ്തു പോയില്ല, ഒന്ന് തൗബ ചെയ്യാൻ അല്പം എനിക്കൊന്ന് സാവകാശം തരണം. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, അത് നടക്കുന്ന വിഷയമല്ലല്ലോ. അപ്പോൾ അഞ്ചാമത് ഈ ആ ഖദറിനോട് മഹാനവൾ പറയുന്നുണ്ട്, ഇദാ ജാഅ മുൻകർ വനക്കീർ അലൈഹിസ്സലാം, ഖബൽ മുൻകർ നക്കീർ വരും, ഫദ്ഫഅഹുമ, അപ്പോൾ ആ മുൻകർ നക്കീറിനോടൊന്ന് നീങ്ങിക്കാൻ പറ, നഫ്സിക്, എന്നെ ചോദ്യം ചെയ്യേണ്ട, ഇച്ചിരി നീങ്ങിക്ക്. ഈ വ്യക്തി പറഞ്ഞു, അതൊന്നും ഇപ്പോൾ സാധ്യമാവുന്ന വിഷയമല്ലല്ലോ. ആറാമത് മഹാനായ സൂഫി വര്യൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയോട് പറയുന്നത്, ഇദാ വഖഫ്ത ബൈന യദൈല്ലാഹി അസ്സ വജൽ, അള്ളാഹിൻ്റെ മുന്നിൽ താങ്കൾ നാളെ നിൽക്കുമല്ലോ, വഅമറ സബാനിയ, അള്ളാഹു സബാനിയ മലക്കളോട് യജുറുക ഇലന്നാർ, നിന്നെ നരകത്തിലേക്ക് വലിച്ചിടാൻ വേണ്ടി കൽപ്പന കൊടുക്കും. അപ്പോൾ അള്ളാഹിനോട് ഫഖുൽ, നീ പറയണ്ട തമർ, പടച്ചോനെ അങ്ങനെ കൽപ്പിക്കല്ലേ. ഇതങ്ങ് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ഫഖാല റജുൽ അന അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്, ഹൃദയം പടച്ചവനിലേക്ക് തുറന്നു വെച്ച് തൗബ ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, റജബിൻ്റെ ധന്യതയിലാണ്. ആഗോളതലത്തിൽ റജബാകുമ്പോൾ വിശ്വാസികൾ ഒന്നുകൂടി മറ്റു മാസങ്ങളെക്കാൾ അള്ളാഹുവിലേക്ക് അടുക്കും. മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ ഷഅബാനാകുമ്പോൾ ഇബാദത്തുകൾക്കും പാപമോചനം ചെയ്യാനുള്ള മനസ്സിൻ്റെ വിശാലതയ്ക്കുമൊക്കെ ആഴം കൂടും. റമദാൻ പിന്നെ പറയണ്ടല്ലോ. ഏതായാലും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പശ്ചാത്താപങ്ങളുടെയും ഖേദത്തിൻ്റെയും ഇസ്തിഗ്ഫാറിൻ്റെയും തൗബയുടെയും ഒക്കെ കൂടുതൽ ചിന്തകൾ രൂപപ്പെട്ടുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിലേക്ക് നാം കൂടുതലെടുക്കുക, ആരെയും വെറുക്കാതിരിക്കുക, ആരോടും അകലം പാലിക്കാതിരിക്കുക, കുടുംബങ്ങളോട് നാം കരുണ കാണിക്കുക, കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവേശിക്കുക. ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.